നമുക്ക് 12 മണിക്ക് അവിടെ ചെല്ലണം, അല്ലെങ്കിൽ തീർന്നു സാധനം കിട്ടില്ല. ഞാനിപ്പോ കായംകുളത്ത് ബഷീർക്കയുടെ ബിരിയാണി കഴിക്കാൻ വന്നേക്കാണ്. അടുത്ത് തന്നെ ഇവിടെ തന്നെ പൈസ ഇല്ലെങ്കിൽ പോലും അവന് ആഹാരം കഴിക്കണം ചിന്തിക്കുന്ന കൂട്ടത്തില് അവനൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് അവന്റെ ഏറ്റവും വലിയ ഒരു ബേസ്. ₹160 ഈ ദം ബിരിയാണി കഴിക്കാൻ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു വരാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാന്താണോന്ന് ചോദിക്കും. വരട്ടേട്ടോ, അതിന് 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, അത്രയ്ക്കും കിടിലം ബിരിയാണി ആയിരിക്കും ഒരു ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ്. അമ്പയെ തിന്നു മുടിക്കാൻ ഒരു ജന്മെന്ന് എന്നെ അറിയാവുന്നവരൊക്കെ എന്നോട് പറയാറുണ്ട്. എനിക്ക് ഇവിടുത്തെ ഒരു ഫുൾ ബിരിയാണി കഴിച്ചു തീർക്കാൻ പറ്റിയില്ല കേട്ടോ. പകുതിയോളം ബാക്കി വെക്കേണ്ടി വന്നു. എന്നാൽ അത് വേസ്റ്റ് ആക്കിയില്ല, അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരോടും ഒരുപോലെ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണിത്. ഈ ചിരി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇവിടത്തുകാര് ഈ ബിരിയാണി കഴിക്കാത്തവര് വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, എന്റെ വൈഫ് ഹൗസ് ഇവിടെ അടുത്ത് തന്നെയാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഇവിടം വരെ ഇത് കഴിക്കാനായിട്ട് വന്നത്. കോളേജിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ കഴിക്കാൻ തുടങ്ങിയ ഇതിപ്പോഴും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. ഈ മസാല ഈ ടേസ്റ്റും ഇവിടെ അതല്ല കിട്ടും. അത് MS പിള്ളേർക്ക് അറിയാം. അത്രയും ഗ്യാരണ്ടി അവള് തന്നായിരുന്നു. എന്നാന്ന് നോക്കണല്ലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഞാൻ ഈ ബിരിയാണിയുടെ മുന്നിലും ഈ ബഷീർക്കയുടെ മുന്നിലും തോറ്റു കേട്ടോ. മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു. MSM കോളേജിൽ പഠിച്ചവർക്കൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്പോട്ട് തന്നെയാണിത്. ഒറ്റ വരവിന് എന്നെ ഫേവറേറ്റ് ആയ ഈ ബിരിയാണി സ്പോട്ടിലേക്ക് ഇനിയും വരും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ മനസ്സ് നിറഞ്ഞു പോകുന്നു.